കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ഫീൽഡ്സ് ആണ്. വെക്റ്റർ ഫീൽഡ് എനിക്ക് തോന്നുന്നു ഫോർമൽ ഡെഫിനിഷൻ വെച്ച് തന്നെ പറയുമായിരിക്കും നല്ലത്. സോ ഫോർമലി വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻ ഓഫ് വെക്റ്റേഴ്സ്. ഇതൊരു ജനറൽ റെപ്രസെൻറ്റേഷൻ പറയുകയാണെങ്കിൽ സപ്പോസ് വി ഡീൽ വിത്ത് എ 3-dimensional വെക്റ്റർ ഫീൽഡ്. അപ്പോൾ XYZ എന്ന് പറയുന്നൊരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വെക്റ്റർ ഫീൽഡ് ഈസ് എ ഫങ്ഷൻ f of XYZ which is again a 3-dimensional vector. So നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സം P XYZ I plus Q XYZ J plus some R XYZ K. Okay, so basically vector field is a function which relates every point with a vector, right? ഇവിടെ ഈ ഈച്ച് പി ക്യു ആർ എന്താണ്? റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഓഫ് XYZ ആണ്. അപ്പോൾ ഇത് ഓരോന്നും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊരു വെക്റ്റർ ആയിരിക്കും. അപ്പോൾ ഈ XYZ എന്ന് പറയുന്ന ഈ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഈ പോയിന്റിനോട് ഈ പി ക്യു ആർ എന്ന് പറയുന്ന വെക്റ്ററിനെ അസോസിയേറ്റ് ചെയ്യാണ് വെക്റ്റർ ഫീൽഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ വെക്റ്റർ ഫീൽഡ് actually associates every points on the domain with a vector, right? ഈ വെക്റ്റർ ഫീൽഡ് ആസ് എ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റും. ഈ പി ക്യു ആർ എന്ന് പറയുന്നതിന് ഈ വെക്റ്റർ ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് ഫങ്ഷൻസ് എന്നാണ് വിളിക്കുക. അത് മൂന്നും റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ദിസ് വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് കണ്ടിന്യൂസ് if P, Q, R are continuous. Similarly, the vector field F is differentiable if P, Q, R are differentiable. എന്നുവെച്ചാൽ ഒരു വെക്റ്റർ ഫീൽഡ് കണ്ടിന്യൂസ് ആവുന്നത് അതിൻ്റെ കമ്പോണൻസ് എല്ലാ കമ്പോണൻറ്റ് ഫങ്ഷൻസും കണ്ടിന്യൂസ് ആകുമ്പോഴാണ്. ഒരു വെക്റ്റർ ഫീൽഡ് ഡിഫറൻഷ്യബിൾ ആവുന്നത് അതിൻ്റെ എല്ലാ കമ്പോണൻസും ഡിഫറൻഷ്യബിൾ ആവുമ്പോഴാണ്. ഓക്കെ, നമ്മൾ മുമ്പ് ഒരു എക്സാമ്പിൾ പറയാം. എല്ലാ സ്ഥലത്തും ഇത് എപ്പോഴും ഡിഫൈൻഡ് ആയിരിക്കണം എന്നൊന്നുമില്ല. ചില പോയിന്റ് ഡിഫൈൻഡ് അല്ലാത്ത ചില വെക്റ്റർ ഫീൽഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൺസിഡർ എ വെക്റ്റർ ഫീൽഡ് സേ f of XYZ equal to some minus yi plus xj divided by root of x square plus y square. Okay, this vector field is actually not defined at 0 0. See, ഇതൊരു f of xy മതി. ഇതൊരു 2-dimensional വെക്റ്റർ ഫീൽഡാണ്. ഇവിടെ നമ്മൾ 2 കോർഡിനേറ്റ്സിലെ പോയിന്റ്സ് എടുത്താൽ മതി. 2 കമ്പോണൻസേ ഉള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് എ 2-dimensional വെക്റ്റർ ഫീൽഡ്. ഇത് ഒറിജിനലി ഡിഫൈൻഡ് അല്ല. കാരണം എന്താ? ഒറിജിനൽ 0 0ൽ ഈ ഡിനോമിനേറ്റർ എന്തായി പോകും? 0 ആയി പോകും. അതൊരു ഡിഫൈൻ ചെയ്യപ്പെടാത്ത ക്വാണ്ടിറ്റിയാണ്. വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് വെൻ വി ഡിവൈഡ് സംതിങ് വിത്ത് 0. ഓക്കെ, ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് കണ്ടൊരു ഇൻസ്റ്റൻസ് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് ഒരു ഗ്രേഡിയൻറ്റ് കണ്ടു 2 ദിവസം മുമ്പ്. ഗ്രേഡിയൻറ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഗ്രേഡ് ഓഫ് ഓർ ഗ്രേഡിയൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ വാസ് ഡിഫൈൻഡ് ആസ് 3-dimensional ആണെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ ഗ്രേഡിയൻ്റ് ഓപ്പറേറ്ററിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. സോ കമ്പൈനിങ് ദിസ് വിത്ത് എ സ്കേലാർ ഫംഗ്ഷൻ ഓഫ് XYZ. സ്കേലാർ ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഫൈ ഓഫ് XYZ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു സ്കേലാറാണ്, ഒരു വെക്റ്റർ അല്ല. സോ ഫൈ ഓഫ് XYZ ക്യാൻ ബി ടേക്കൺ എസ് എ W or whatever. സോ ഫൈ ഓഫ് XYZ ഒരു ഇത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഓപ്പറേറ്റർ ഫൈൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വെക്റ്റർ ഫീൽഡ് കിട്ടും. അതേതായിരിക്കും? സേ f of xy, ഞാൻ എന്നെ f എന്ന് വിളിക്കുന്നു. f of XYZ equal to ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ. എന്താ അത്? ഡോ ബൈ ഡോ എക്സ് ഓഫ് Q of XYZ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് Q. ഞാനിവിടെ ഇനി XYZ എഴുതുന്നില്ല. റിമെമ്പർ ദിസ് Q ഈസ് എ ഫംഗ്ഷൻ ഓഫ് XYZ പ്ലസ് ഇവിടെ I ഉണ്ട്, ഇവിടെ J ഉണ്ട്. വെക്റ്റർ ആണല്ലോ. ഡോ ബൈ ഡോ Z ഓഫ് Q K. ഓക്കെ, സോ ഇവിടെ നമ്മളെ കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? പിക്ക് പകരം എന്താ ഉള്ളത്? ഡോ ബൈ ഡി എക്സ് ഓഫ് ക്യൂ. ക്യൂ എന്താ ഇവിടുത്തെ? ഡോ ബൈ ഡോ വൈ ഓഫ് ക്യൂ. സോറി, ക്യൂ അല്ല, ഇവിടെ ഫൈ അല്ലേ നമ്മൾ എടുക്കുന്നത്? സോറി, ഫൈ അല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ? ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ ഫൈ അല്ലേ? അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് ഫൈ ആണ് ഇവിടുത്തെ സെക്കൻഡ് കമ്പോണൻറ്റ് ഫംഗ്ഷൻ ക്യൂ. ഡോ ബൈ ഡോ സെഡ് ഓഫ് ഫൈ ആണ് ഇവിടുത്തെ തേർഡ് കമ്പോണൻറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ആറിൻ്റെ പ്ലേസിലുള്ള ഫംഗ്ഷൻ, റൈറ്റ്? സോ
gradient operator combined with a scalar function of 3 vectors or whatever, a scalar function gives us a vector field. ഈ വെക്റ്റർ ഫീൽഡിനെ ചിലപ്പം ഗ്രേഡിയൻറ്റ് ഫീൽഡ് ഓഫ് ഫൈ എന്ന് വിളിക്കാറുണ്ട്, ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ അല്ലെങ്കിൽ ഗ്രേഡിയൻറ്റ് ഫീൽഡ് എന്ന് വിളിക്കാറുണ്ട്. ഗ്രേഡിയൻറ്റ് ഫീൽഡ്. ഇനി നമുക്ക് ഈ വെക്റ്റർ ഫീൽഡിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ചില പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. അത് നമുക്ക് കാണേണ്ടത് കേളാണ്. കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. Of a vector field. So suppose capital F is a vector field, and the curl of F, denoted as curl F, is defined as del cross F. Well, this is the same del operator which we have used to find the divergence of a scalar function, right? So this means ഇതിനെങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാമല്ലോ അല്ലേ. എന്തായിരുന്നു ഡെൽ ഓപ്പറേറ്റർ? ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ. ഞാനിപ്പോൾ തൽക്കാലം 3rd ഡയമെൻഷനിലേക്ക് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഡയമെൻഷനിലേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്രോസ്. ഇപ്പോൾ എഫിനെ ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയോ? എഫ് ഈക്വൽ ടു പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ. ഈ ഓരോ പിയും ക്യൂവും ആറും എക്സ് വൈ സെഡിൻ്റെ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. സോ പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ. ഓൾറൈറ്റ്. സോ എങ്ങനെയാണ് ക്രോസ് പ്രോഡക്റ്റ് കാണുക? വി നോ ഹൗ ടു ഫൈൻഡ് ദ ക്രോസ് പ്രോഡക്റ്റ് ആസ് എ ഡിറ്റർമിനൻറ്റ് അല്ലേ. ഡിറ്റർമിനൻ്റ് ആയിട്ട് നമുക്ക് കണ്ടുകൂടാ. ഐ ജെ കെ. ആദ്യത്തെ വെക്ടറിൻ്റെ കമ്പോണൻസ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ്. പിന്നെന്താ ഉള്ളത്? പി ക്യൂ ആർ. ഓക്കെ. അപ്പോൾ ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. എന്താ? ഐ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ അല്ലേ വരിക? ഡോ ആർ ബൈ ഡോ വൈ അല്ലേ? മൈനസ് ഡോ ക്യൂ ബൈ ഡോ ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ജെ ഇൻറ്റു മൈനസ് അല്ലേ, മൈനസ് ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ അല്ലേ, ജെ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് ബൈ മൈനസ് ഡോ പി ബൈ ഡോ ഇസഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ക്യൂ ഓർ ഡോ ക്യൂ ബൈ ഡോ എക്സ് minus dou p by dou y. Okay, so this is the curl of a vector field f. അപ്പോൾ കേൾ എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് അഗെയിൻ എ വെക്റ്റർ ഫീൽഡ്. നോക്കൂ, ഇവിടെ ഐ ജെ കെ എന്ന് പറഞ്ഞാൽ 3 കമ്പോണൻസ് ഉണ്ട്. ഇത് ഓരോന്നും ഫങ്ഷൻസ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇറ്റ്സ് അഗെയിൻ എ ഫങ്ഷൻ, എ വെക്റ്റർ ഫങ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്, എ വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. സോ ഇറ്റ്സ് അഗെയിൻ എ വെക്റ്റർ ഫീൽഡ്. So curl of a vector field is again a vector field, and it can be found as del cross f. Del cross f. അപ്പോൾ ചില കേസിൽ ഈ കേൾ ഓഫ് എഫ് എന്തായി വരും? 0 ആയി വരും. കേൾ ഓഫ് എഫ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ കേൾ ഓഫ് എഫ് 0 ആവുന്ന കേസിൽ നമ്മൾ ഈ വെക്റ്റർ ഫീൽഡ് എഫിനൊരു പേര് വിളിക്കാറുണ്ട്. ഇഫ് കേൾ ഓഫ് എഫ് ഈസ് 0, then the vector field f may be called as an irrotational vector field. Irrotational vector field. Okay, so an irrotational vector field is a vector field whose curl is 0. Okay, ഇനി ഇതുപോലെ കേൾ പോലെ തന്നെയുള്ള മറ്റൊരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ മറ്റൊരു ഓപ്പറേഷണൽ ക്വാണ്ടിറ്റിയാണ് ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. അതെന്താണെന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം. ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ് നേരത്തെ അസ്യൂം ചെയ്തതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ എന്ന് പറയുന്നൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആണ് എടുക്കുക ഇവിടെ തൽക്കാലത്തേക്ക്. ഇത് എത്ര വേരിയബിൾസിലേക്ക് വേണമെങ്കിലും എത്ര കമ്പോണൻസിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും.
തൽക്കാലത്തേക്ക് നമ്മളൊരു ജനറൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ജനറൽ കേസ് കുറച്ചുകൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു 3 ഡയമെൻഷനിൽ എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ഡൈവേർജൻസ് ഓഫ് ദ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് ഡിഫൈൻഡ് ആസ് ഡൈവേർജൻസ് ഓഫ് എഫ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ്. ഈ ഡെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഓപ്പറേറ്റർ തന്നെ, ഏത് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ. അതേ ഓപ്പറേറ്റർ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഇൻറ്റു പി ഐ പ്ലസ് ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. നേരത്തെ ക്രോസ് പ്രൊഡക്റ്റ് ആയിരുന്നു, ഡോട്ട് പ്രൊഡക്റ്റാണ്. പി ഐ പ്ലസ് ക്യു ജെ പ്ലസ് ആർ കെ. യു റിമെമ്പർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് 2 വെക്റ്റേഴ്സ് ഈസ് എ സ്കേലാർ. 2 വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്തായിരുന്നു? സ്കേലാർ ആണ്. ഇതെന്തായാലും കിട്ടുക ഡോ ബൈ ഡോ എക്സ് ഓഫ് പി ഓർ ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെഡ്. ഇതൊരു വെക്റ്റർ അല്ല, ദിസ് ഈസ് എ സ്കേലാർ. ഇതിനകത്ത് ഐ ജെ കെ ഒന്നും ഇൻവോൾവ് അല്ല, ഡയറക്ഷൻസ് ഒന്നുമില്ല. സോ ദിസ് ഈസ് ജസ്റ്റ് എ സ്കേലാർ. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കേള് നമ്മൾ നേരത്തെ കണ്ടത് മറ്റൊരു വെക്റ്റർ ആയിരുന്നു. പക്ഷേ ഡൈവേർജൻസ് എന്താ? ഡൈവേർജൻസ് ഈസ് എ സ്കേലാർ. ഡൈവേർജൻസ് ഈസ് എ സ്കേലാർ. ഇനി നേരത്തെ നമ്മൾ കേള് 0 ആവുന്ന കേസിൽ ഇറൊട്ടേഷണൽ എന്ന് വിളിച്ചില്ലല്ലോ, അതുപോലെ തന്നെ ഇവിടെ ഡൈവേർജൻസും ചിലപ്പോൾ 0 ആവും. ചില വെക്റ്റർ ഫീൽഡിൻ്റെയൊക്കെ ഡൈവേർജൻസ് 0 ആയി കിട്ടും. അങ്ങനെ ഡൈവേർജൻസ് ഓഫ് എഫ് 0 ആണെന്നുണ്ടെങ്കിൽ സച്ച് എ വെക്റ്റർ ഫീൽഡ് മേ ബി കോൾഡ് എ സോളിനോയിഡ് ഓർ ഇൻകംപ്രസിബിൾ. ബേസിക്കലി ഇത് ഫിസിക്സ് എന്ന് വന്ന ടേംസാണ്, ഫിസിക്സുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്. ഈ കേളും ഡൈവേർജൻസും ഒക്കെ ഫിസിക്സിലും കെമിസ്ട്രിയിലും തന്നെയാണ് അപ്ലൈ ചെയ്യപ്പെടുന്നത്. ഇൻകംപ്രസിബിൾ if divergence of f is 0. So what is a solenoid or an incompressible vector field? An incompressible vector field or a solenoid is a vector field with divergence 0. Alright. ഒരു എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒറ്റ കാര്യം കൂടെ നോക്കാം. സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് എ സ്കേലാർ ഫംഗ്ഷൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, സം ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ളൊരു സ്കേലാർ ഫംഗ്ഷനാണ് അസ്യൂം ചെയ്യാം. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ ഗ്രേഡിയൻ്റ് ഓഫ് എഫ്, ഗ്രാഡ് എഫ് എന്തായിരുന്നു? ഗ്രാഡ് എഫ് ഈസ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. അല്ലേ? ഇതെന്താണ്? ഗ്രേഡിയൻ്റ് ഓഫ് എഫ്. ഇറ്റ്സ് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇതൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു വെക്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഡൈവേർജൻസൊക്കെ നമുക്ക് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഡൈവേർജൻസ് എന്തായിരിക്കും? ഇതിൻ്റെ ഡൈവേർജൻസ് ഓഫ് ഗ്രാഡ് എഫ് എന്ന് വെച്ചാൽ ഡൈവേർജൻസ് എങ്ങനെയായിരുന്നു? ഡെൽ ഡോട്ട് എഫ് ആയിരുന്നു. സോ ഡെൽ ഡോട്ട് ഗ്രാഡ് എഫ് അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ഡെൽ എഫ് ഈക്വൽ ടു സ്മോൾ എഫ് അല്ലായിരുന്നു. ഇവിടെ എഫ് എന്താ? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. അല്ലെങ്കിൽ ഡെൽ ഡോട്ട് ഡെൽ എഫ് എന്തായിരിക്കും? നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ഡോട്ട് ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ. ഇതെന്താ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ കിട്ടുക? ഡോട്ട് പ്രൊഡക്റ്റ് ഇതെങ്ങനെയാണ് കിട്ടുക? ഡെൽ ഡോട്ട് ഡെൽ എഫ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെഡ് സ്ക്വയർ. ഇറ്റ്സ് എ സ്കേലാർ. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ പ്രത്യേക പേരിട്ട് വിളിക്കാറുണ്ട്. ദിസ് ഈസ് കോൾഡ് ദ ലാപ്ലാസിയൻ ആൻഡ് ദിസ് ഓപ്പറേറ്റർ ഡെൽ ഡോട്ട് ഡെൽ അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ ഈസ് കോൾഡ് ലാപ്ലാസിയൻ ഓപ്പറേറ്റർ. ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ലാപ്ലാസിയൻ ഓപ്പറേറ്റർ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ സെഡ് സ്ക്വയർ. ഇവിടെ നമ്മൾ ഏത് ഫംഗ്ഷനാണ് അപ്ലൈ ചെയ്യുന്നത് ഇവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ the Laplacian
is equal to the divergence of gradient. ഈ ലാപ്ലാസിയൻ നിങ്ങൾ ചിലപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിലൊക്കെ ഇത് വന്നുകൊണ്ടേയിരിക്കും. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ യു വിൽ സീ ദിസ് അഗെയിൻ. സോ റിമെമ്പർ ദിസ് ലാപ്ലാസിയൻ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ദ ഡൈവേർജൻറ്റ് ഓഫ് ഗ്രേഡിയൻറ്റ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്യാം. കൺസിഡർ എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ കൺസിഡർ എ വെക്റ്റർ ഫീൽഡ് f of xyz equal to xyzi plus 3x square yj plus xz square minus y square z. Okay. Find the curl f and divergence f at 1, 2, -1. നമ്മളൊരു പോയിന്റിലാണ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. So question എന്താ? Given f of xyz equal to xyzi plus 3x square yj plus xz square minus y square zk. Find the curl and divergence of f at 1, 2, -1. നമുക്കൊന്ന് സോൾവ് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് ആ ഫംഗ്ഷൻ ഒന്നും കൂടെ ഒന്ന് പുറത്തോട്ട് എടുത്ത് നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. സോ f equal to xyzi plus xz square minus y square zj plus equal to xyzi plus 3x square yj plus xz square minus y square z k. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഡൈവേർജൻസ് ചെയ്യാം. ഡൈവേർജൻസ് എങ്ങനെയാണ്? ഡൈവേർജൻസ് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് എഫ് എൽ ആയിരുന്നു. എന്നുവെച്ചാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതിങ്ങനെ എപ്പോഴൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇൻറ്റു എഫ് എന്താ ഇവിടെ? എക്സ് വൈ സെഡ് ഐ പ്ലസ് 3x square y j plus x z square minus y square z k. ഓക്കെ, എന്തായിരുന്നു സാധനം? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സെഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് 3x square y, ഇങ്ങനെയല്ലേ ഡോട്ട് പ്രൊഡക്റ്റ് കാണാം, പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ഇസഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസഡ്. എന്താ ചെയ്ത് നോക്കൂ? ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് കിട്ടും? വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്. സോ വൈ സെഡ് പ്ലസ് 3x square കിട്ടും ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. ആൻഡ് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്, ഇവിടെ സെഡ് സ്ക്വയർ ഇൻവോൾവ് ആണ്. സോ പ്ലസ് 2zx അല്ലേ? സെഡ് സ്ക്വയറിൻ്റെ 2z, എക്സ് കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് വൈ സ്ക്വയർ. ഇതല്ലേ കിട്ടുക? സോ ദിസ് ഈസ് ദ ഡൈവേർജൻസ് ഓഫ് എഫ്. ഇതൊരു സ്കെയിലറാണ്. ഇതിനകത്ത് എന്തില്ല? മറ്റ് ഐയോ ജെയോ ഒക്കെയോ അങ്ങനെ ഡയറക്ഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന വെക്ടേഴ്സ് ഒന്നും ഇൻവോൾവ് അല്ല. സോ ദിസ് ജസ്റ്റ് സ്കെയിലർ. ഇനി നമുക്ക് കേൾ എഫ് കാണാം. കേൾ എഫ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? ഡെൽ ക്രോസ് എഫ് ആയിരുന്നു. ഒരു ഡിറ്റർമിനൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമായിരുന്നു. ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. ഇവിടെ എന്തായിരുന്നു? പിയും ക്യൂവും ആറും അല്ലായിരുന്നു. ഫംഗ്ഷൻ്റെ വെക്റ്റർ ഫീൽഡിൻ്റെ കമ്പോണൻസ് ആണ്. ഇവിടെ ഏതൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത്? എക്സ് വൈ സെഡ് ഉണ്ട്, 3x square y ഉണ്ട്, പിന്നെ എക്സ് സെഡ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം എന്താ കിട്ടുകയെന്ന്. ഈ ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക I into dou by dou y of x z square minus y square z minus dou by dou z of 3x square y minus j into dou by dou x of x z square minus y square z minus dou by dou z of x y z plus k into
ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x² y മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് xyz. So which is k into dou by dou x of 3x² y minus dou by dou y into xyz. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. -2yz i പ്ലസ് xy മൈനസ് z² j പ്ലസ് 6xy മൈനസ് xz k. ഓക്കെ, സോ ഇതാണ് ജനറലി കേൾ എഫ്. ഇനി ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡൈവേർജൻസും കേളും എവിടെ കാണാനാണ്? അറ്റ് ദ പോയിന്റ് 1, 2, -1 കാണാനാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടു വെച്ചേക്കുന്ന ഡൈവേർജൻസിൻ്റെയും കേളിൻ്റെയും ഇക്വേഷനിൽ എക്സിന് 1ഉം വൈക്ക് 2ഉം സെഡിന് -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യണം? അതിൻ്റെ ഫൈനൽ വാല്യൂവും കൂടെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട്